രാവിലെ തന്നെ ഉറക്കഴിഞ്ഞിട്ട് മൈസൂർ ടൗണിലോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു ഓട്ടോ എടുത്ത് ഞാനും ഷംനാസും കൂടി നേരെ വിട്ടു മൈസൂർ ടൗണിലേക്ക്. രാവിലെ ഒരു 7-7:30 മണിയായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കടകളൊന്നും അധികം തുറന്നിട്ടില്ല. സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നു കേട്ടോ. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് മൈസൂരിലെ പ്രധാന മാർക്കറ്റ്. ഏകദേശം 100 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മാർക്കറ്റിന്. ദേവരാജ മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. മൈസൂരിലെ പ്രൗഢമായ നഗരമധ്യത്തിലാണ് ഈ ദേവരാജ മാർക്കറ്റ് ഉള്ളത്. സമ്പന്നമായ സാംസ്കാരിക പൈതൃകമുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഇത്. പൂക്കളും പഴങ്ങളും ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങാൻ പറ്റും. മൈസൂരിലുള്ള ഓരോ വ്യക്തിക്കും അവരുടെ ദേവരാജ മാർക്കറ്റുമായുള്ള ബന്ധത്തിന്റെ ഓരോ കഥകൾ പറയാനുണ്ടാവും. മൈസൂരിൽ വരുന്നവരുടെ പ്രധാന ഒരു ട്രാവൽ സ്പോട്ടാണ് ഈ ദേവരാജ മാർക്കറ്റ്. ഇൻഡോ മുസ്ലിം വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൗഢമായ ഒരു നഗരമാണ് മൈസൂർ. മാർക്കറ്റിന്റെ ഒത്ത നടുവിലായിട്ട് ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ഇതാണ് ഡഫറിൻ ക്ലോക്ക്. ഈ മാർക്കറ്റിനും ഈ ടവറിനും ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അങ്ങനെ ഈ മാർക്കറ്റിലൂടെ ഒരുപാട് നേരം ചുറ്റിക്കറങ്ങി നടന്നു. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്, ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് തപ്പി നടന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി കേട്ടോ. സമയം ഏകദേശം 8:30 മണിയായി. ഇനി ഭക്ഷണം കഴിക്കണം. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് മസാല ദോശയാണ്. ഷാക്കർ ഇഡ്ഡലി. മസാല ദോശ തൊട്ട് കഴിഞ്ഞാൽ നെയ്യ് ഇങ്ങനെ സ്പ്രെഡാവും. നല്ല അടിപൊളി മസാല ദോശ. ആ സാമ്പാറിൽ മുക്കി കഴിക്കണം. യാമോനെ അടിപൊളിയാട്ടോ. ഞാനും ഷംനാസും മസാല ദോശ പറഞ്ഞപ്പോൾ ഷാക്കർ ഇഡ്ഡലിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ആ ഇഡ്ഡലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇഡലിയും വടയും സാമ്പാറും കൊണ്ട് കുതിർത്തിടും. സാമ്പാറിനാണെങ്കിൽ ചെറിയൊരു സ്വീറ്റ്നെസ് ആണ്. മസാല ദോശ ഓർഡർ ചെയ്തത് അബദ്ധമായിന്ന് പിന്നീടാണ് മനസ്സിലായത്. നല്ല ഗംഭീര സ്വാദാട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേഗം പോയിട്ട് വേണം വണ്ടി ചാർജ് ചെയ്യാൻ. ഒരു 9:30-ക്കെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങണമെന്നാണ് പ്ലാൻ. നടക്കുമെന്നറിയില്ല. അവസാനം നല്ലൊരു ചായയും കൂടി കുടിച്ച് ഭക്ഷണം അവസാനിപ്പിച്ച് പുറത്തിറങ്ങി. ഇനി കുളിച്ച് ഫ്രഷായി വണ്ടിയെടുത്ത് പുറത്തിറങ്ങണം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. മൈസൂരിൽ നെക്സസ് മോളിൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് നെക്സസ് മോളിൽ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സത്യത്തിൽ നമ്മൾ പെട്ടുപോയത്. ഇന്നലെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് മൈസൂരിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം 38% ബാലൻസ് ഉണ്ട്. 119 കിലോമീറ്റർ ഇനി നമുക്ക് ഓടാനും പറ്റും. ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് പിന്നെ നേരെ ബത്തേരിയിൽ പോയിട്ട് ചാർജ് ചെയ്യാനാണ് പ്ലാൻ. അങ്ങനെ ഇവിടെ വന്ന് ചാർജ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് പണി കിട്ടിയെന്ന് മനസ്സിലായത്. ഈ മോളിന്റെ ബേസ്മെന്റിലാണ് ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. ബേസ്മെന്റിലായതുകൊണ്ട് തന്നെ പല നെറ്റ്വർക്കിനും ഇവിടെ റേഞ്ച് ഇല്ല. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഇവിടെ നിന്ന് പലതരത്തിലും ട്രൈ നോക്കി, ഒരു രക്ഷയുമില്ല. അങ്ങനെ ഈ ബേസ്മെന്റിൽ തന്നെ വേറൊരു സ്ഥലത്ത് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയിട്ട് അവിടെയും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കി. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളിവിടെ ചിലവഴിച്ചിട്ടും ഒരു രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തടത്ത് എന്തിനാണ് അവർ ചാർജിങ് സ്റ്റേഷൻ ആക്കിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിടയിൽ ആദ്യം ട്രൈ ചെയ്തെടുത്ത് ഒന്നുകൂടി ചെയ്യാമെന്ന് പറഞ്ഞ് വേറൊരാൾ വന്നു. അങ്ങനെ എല്ലാവരും കൂടി ഏകദേശം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് സമയം പോകുന്നതല്ലാതെ കാര്യമില്ലെന്ന് മനസ്സിലാക്കി പുറത്ത് 1.5 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. എന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. എന്തോ ഒരു സമയമാണ് വെറുതെ വേസ്റ്റ് ആയി പോയത്. ഇവിടെ വന്നപ്പം ഇവിടെ വേറൊരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. സിയോണിൻ്റെതാണ്. ഭാഗ്യത്തിന് അവിടെ ചാർജ് ചെയ്യാൻ പറ്റി. 34% ചാർജാണ് നമുക്കുള്ളത്. ഈ ചാർജിങ്ങിന് വേണ്ടി എന്തോ ഒരു സമയമാണ് നമ്മൾ വേസ്റ്റാക്കി കളഞ്ഞത്. ഇവിടെ 33 മിനിറ്റ് കൊണ്ട് 89% ചാർജായി. കണ്ടോ, 90% ചാർജായി. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വയനാടേക്ക് പോവാണ്. നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റി. ഏകദേശം 2.5 മണിക്കൂർ ഈ ചാർജിങ്ങിന് വേണ്ടി മാത്രം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ യാത്രയിലുടനീളം നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത പ്രശ്നം ഈ ചാർജിങ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. 1-2 സ്ഥലത്ത് മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് പോകാൻ പറ്റിയത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ചാർജിങ്ങിന് വേണ്ടി മാത്രം ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് ട്രിപ്പിൽ ചാർജിങ്ങിന് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും മൈസൂരിൽ നിന്ന് നമ്മൾ നേരെ വയനാടേക്കുള്ള യാത്ര തുടങ്ങി. ഏകദേശം 2 മണിയായപ്പോൾ നമുക്കെല്ലാം നല്ല വിശപ്പായി. അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കി. ഈ സ്ഥലം മനോഹരമാണ് കേട്ടോ. ടേസ്റ്റി നീബിൾസിൻ്റെ കുറച്ച് ഫുഡ് പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് യാത്രയിൽ നാടൻ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. യാത്രകളിൽ ഇതുപോലുള്ള ഫുഡ് പ്രോഡക്റ്റുകൾ നമുക്ക് വലിയ ആശ്വാസമാണ്. ചെറിയൊരു ഗ്യാസും ഒരു പാത്രം വെള്ളം ഉണ്ടെങ്കിൽ ബിരിയാണിയോ നെയ്ച്ചോറോ മീനോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇട്ട് ചൂടാക്കി കഴിക്കാം. ഇതിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റൊക്കെ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ചോറും അതുപോലെ തന്നെ മീനും ഒക്കെ ഇട്ട് ചൂടാക്കുകയാണ്. നമ്മുടെ വിങ്സർ എടുക്കുന്ന കിടപ്പുണ്ട, ഇതിൻ്റെ ഡിസൈനാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത്. അങ്ങനെ ഭക്ഷണം റെഡിയായി വരാനുള്ള കാത്തിരിപ്പാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുട്ടയും കൂടെ റെഡിയാക്കി.
ഇത് കണ്ടോ, ഇത് അവരുടെ ഫിഷ് കറിയാണ്. ജസ്റ്റ് വെള്ളത്തിലിട്ടത് ചൂടാക്കിയാൽ മാത്രം മതി, എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് കഴിക്കാം. നല്ല കപ്പയും മീൻകറിയും കുത്തരി ചോറും ഒക്കെ കൂടി കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇനി എന്തായാലും നമ്മളൊന്ന് ഭക്ഷണം കഴിക്കട്ടെ. കഴിച്ചിട്ട് നമുക്ക് അടുത്ത യാത്ര തുടങ്ങാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്തപ്പം ചെറിയൊരു ഗ്രാമം കണ്ടു കേട്ടാ. അങ്ങോട്ടേക്ക് വണ്ടി നിർത്തി. ഗ്രാമം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മൺപാത, രണ്ട് സൈഡിലും പശുക്കളും കൃഷിയും ഒക്കെ ആയിട്ട് പച്ച മലകളും, വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഇവിടെ. ഇതിലെ പോകുന്നവരൊക്കെ ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോണത് കേട്ടോ. ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ. ആ വീടുകളിലുള്ളവരാണ് ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കണ്ട് നടന്നപ്പോൾ ഒരു വീട് കണ്ടു. വീട്ടിലുള്ളവരോടാണ് ഈ പശുക്കൾ കേട്ടോ. ഇവരെല്ലാവരും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നവരാണ്. ഇവിടെ ഒരുപാട് കൃഷികളുണ്ട്. സൂര്യകാന്തി പൂവുണ്ട്, കടുകുണ്ട്, അങ്ങനെ ഒരുപാട് കൃഷി ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതുപോലുള്ള ഒരുപാട് ഗ്രാമങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഇതുവഴി പോകുന്നവരൊക്കെയും ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോണത് കേട്ടോ. എന്തായാലും വല്ലാത്തൊരു ഭംഗിയാണ് ഈ പ്രദേശത്തിന്. സൂര്യകാന്തി പൂക്കൾ പൂത്തിക്കുന്നുണ്ടോ, ഇങ്ങനെ പരന്നു കിടക്കുന്ന സൂര്യകാന്തി പാടം എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. കുറച്ചു നേരം ഈ പൂക്കളും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഷംനാസ് സൂര്യകാന്തി പാടത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തകർക്കുന്നുണ്ട്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് കാടിനകത്തൂടെയാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് പൈസ അടച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അങ്ങനെ നമ്മൾ ഇതിലേക്കൂടെ യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പല ജീവികളെയും നമുക്ക് കാണാം. മൃഗങ്ങൾ ഇറങ്ങാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഭാഗങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിനകത്തൂടെ യാത്ര ചെയ്ത് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. ഇനി എത്ര ഡ്രൈവ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും ഈ ഭാഗങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് വിങ്സറിൽ ഇതിലൂടെയൊക്കെ വരുമ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അത് അറിയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പം അവിടെ ഒരു ഒറ്റയാൻ നിൽക്കുന്നുണ്ട്. കണ്ടോ, അവിടെ നിൽക്കുന്നൊരു ഒറ്റയാനെ കണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് എത്താൻ പോവാണ്. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കേരളമാണ്. വെൽക്കം ടു വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. കർണാടകയിൽ നിന്ന് നമ്മൾ കേരളത്തിലോട്ട് കയറി. ഈ യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ച് ഒരു കടയിൽ കയറി. പ്രവാസി തട്ടുകട. ഈ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് തുടങ്ങിയതാണ് ഈ ചായക്കട. അടിപൊളി ചായ, ഒപ്പം നല്ല സ്നാക്സും. ഇതുപോലുള്ള കടകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചായയുടെ മധുരവും കടുപ്പവും ചൂടും ഒക്കെ പാകം. ആസ്വദിച്ച് ചായ കുടിച്ചു, ഒപ്പം അവിടുത്തെ സ്നാക്സുകളും എടുത്ത് കഴിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 5 മണി കഴിഞ്ഞു കേട്ടോ. ഈ ചായയും സ്നാക്സൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായി. ഏതായാലും പ്രവാസി തട്ടുകടയിലെ ഇക്കാൻ്റെ ചായയും സ്നാക്സും എല്ലാം ഒന്നിനൊന്ന് മെച്ചം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത്. അത്യാവശ്യം നല്ല ചാർജ് ഉള്ളതുകൊണ്ട് ഇനി കോഴിക്കോട് പോയിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കോഴിക്കോടാണ്. താമരശ്ശേരി ചുരം ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും ഇരുട്ട് വീണു തുടങ്ങി. അടിവാരത്തുനിന്ന് വണ്ടികൾ വരുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ വിങ്സറിൻ്റെ കിടപ്പുണ്ടാ, ആരും ഒന്ന് നോക്കി നിന്നു പോകും. ചുരം ഇറങ്ങി തുടങ്ങിയപ്പോൾ 97 കിലോമീറ്റർ ആയിരുന്നു, 31%. ചുരം ഇറങ്ങി കഴിയാറായപ്പോൾ 32%. 101 കിലോമീറ്റർ ഇനി ഓടും. കോഴിക്കോട് എത്തി അവിടെ ചാർജ് ചെയ്യണം. കോഴിക്കോട് എത്തുമ്പോഴത്തേക്കും എത്ര ശതമാനം കട്ടായെന്നറിയാലോ.